പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചിന്നുവിൻ്റെ കാര്യത്തിൽ എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും എന്നറിയാതെയാകെ വിഷമിക്കുകയാണ് അർച്ചന. മാത്രവുമല്ല, കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് എന്ന ഉറപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി കാര്യങ്ങൾ ഇങ്ങനെ നോക്കി നിന്ന് കണ്ടാൽ ശരിയാവുകയില്ല എന്ന ഉറപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ അർച്ചന പോകുന്നത്. വിജയ് ശങ്കറിനെ ചെന്ന് കണ്ട് തന്നെ സഹായിക്കണം എന്ന അഭ്യർത്ഥിക്കുന്നതിനായി തയ്യാറാവുകയും ചെയ്യുന്നു. പക്ഷേ വിജയ് ശങ്കർ ആകട്ടെ ഈ അവസരം മുതലെടുക്കുകയാണ്. നിനക്ക് ചിന്നുവിനെ വേണം അല്ലേ? അതിന് ഞാനൊരു എതിർപ്പും പറയില്ല. നിനക്ക് അവളെ കിട്ടുക തന്നെ ചെയ്യും. പക്ഷേ അതിന് ഒരു വഴി മാത്രമേ ഉള്ളൂ. എന്താണ് ആ വഴി? അത് മറ്റൊന്നുമല്ല, ചിന്നു എൻ്റെ മകളല്ല എന്നുള്ള സത്യം നീ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് തുറന്നു പറയൂ. അപ്പോൾ പിന്നെ പ്രശ്നം തീർന്നില്ലേ? എല്ലാവരുടെയും സംശയം മാറുകയും ചെയ്യും. കോടതിയിൽ നിനക്ക് അനുകൂലമായ വിധി വരികയും ചെയ്യും. ഇത് കേട്ട് ആകെ പകച്ചു നിൽക്കുകയാണ് അർച്ചന. തൻ്റെ ഭൂതകാലത്തെ പറ്റി ഇതോടെ അർച്ചന ആലോചിക്കുകയാണ്. ചിന്നുവിൻ്റെ അച്ഛൻ ആരാണ് യഥാർത്ഥത്തിൽ എന്നുള്ള കാര്യം പുറത്തു പറഞ്ഞാൽ എന്താണ് സംഭവിക്കുക? ഇതുവരെ താൻ ഉയർത്തിക്കൊണ്ടുവന്ന തൻ്റെ ഇമേജ് തൻ്റെ മകളെ നഷ്ടപ്പെടുത്തണമോ? സത്യങ്ങൾ വിളിച്ചു പറയണമോ? ആ ചോദ്യം ബാക്കിയാകുമ്പോഴാണ് ഒടുവിൽ ചിന്നുവിൻ്റെ യഥാർത്ഥ അച്ഛൻ ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതോടെ സുപ്രധാനമായ മറ്റൊരു വഴിത്തിരിവാണ് ഉണ്ടാകുന്നത്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.